ഹരേ കൃഷ്ണ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ചിച്ഛത്തിശ്ചേതനാരൂപ ജഡശക്തിർജഡാത്മിക ഗായത്രീ വ്യാഹൃതി സന്ധ്യാ ദ്വിജവൃന്ദനിഷേവിത എന്ന 90ാമത്തെ ശ്ലോകം വരെയുള്ള അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. ഇനി തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യയൗവന മദശാലിനി എന്ന 91ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ തത്വാസന, അതായത് ദേവിയുടെ 424ാമത്തെ നാമമായ തത്വാസന. തത്വാസന എന്നാൽ തത്വങ്ങളാകുന്ന ആസനത്തിൽ ഇരിക്കുന്നവൾ എന്നാണ് അർത്ഥം. ആത്മതത്വം, വിദ്യാതത്വം, ശിവതത്വം എന്നീ 3 പ്രധാന പീഠങ്ങൾക്ക് മുകളിലാണ് മഹാത്രിപുരസുന്ദരി ഇരിക്കുന്നത്. ഇതിൻ്റെ ലളിതമായ അർത്ഥം ഇങ്ങനെയാണ്: ഈ പ്രപഞ്ചം എന്തിനെക്കൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത്, ആ നിർമ്മാണ വസ്തുക്കളെല്ലാം അമ്മയുടെ നിയന്ത്രണത്തിലാണ്. തത്വങ്ങൾക്കും പ്രപഞ്ച നിയമങ്ങൾക്കും അപ്പുറമുള്ള പരമമായ സത്യമാണ് ലളിതാംബിക ദേവി. ഇനി ദേവിയുടെ 425ാമത്തെ നാമമായ തത്ത്. തത്വമയി എന്ന പദത്തെ 3ആയി പിരിച്ചപ്പോൾ ആദ്യം വരുന്ന നാമം തത്ത്. തത് എന്ന പദത്തിന് ലക്ഷ്യമായിരിക്കുന്നവൾ. തത് എന്നാൽ അത് എന്നാണ് അർത്ഥം. വാക്കുകൾക്കോ ബുദ്ധിക്കോ വിവരിക്കാൻ കഴിയാത്ത ആ പരമമായ ചൈതന്യത്തെയാണ് ഉപനിഷത്തുക്കൾ തത്ത് എന്ന് വിളിക്കുന്നത്. ഇനി തത്വമയിലെ ത്വം, അതായത് ദേവിയുടെ 426ാമത്തെ നാമമായ ത്വം. ത്വം എന്നാൽ നീ അഥവാ ജീവാത്മാവ്. ത്വം എന്നത് നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെയാണ് കുറിക്കുന്നത്. അതായത് പുറത്തെവിടെയോ ഇരിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നീ എന്ന് വിളിക്കുന്ന നമ്മുടെ ഉള്ളിലെ ആ ബോധം തന്നെയാണ് അമ്മ. നിന്നെ അറിഞ്ഞാൽ നീ അമ്മയെ അറിഞ്ഞു എന്ന് സദ്ഗുരുക്കന്മാർ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ത്വം എന്ന പദം ജീവാത്മാവിനെയും തത്ത് എന്ന പദം പരമാത്മാവിനെയും കുറിക്കുന്നു. ഇനി ദേവിയുടെ 427ാമത്തെ നാമമായ ഐ, അതായത് തത്വമയി എന്ന വാക്ക് പിരിച്ചിട്ടപ്പോൾ കിട്ടിയ അവസാനത്തെ നാമമാണ് ഐ. ഐ എന്നത് സ്നേഹത്തോടെയുള്ള വിളിയാണ്, അല്ലയോ അമ്മേ എന്ന്. അപ്പോൾ തത്വമയി എന്നതിനെ അല്ലയോ അമ്മേ, അത് നീ തന്നെയാണല്ലോ എന്ന് അർത്ഥമാക്കാം. ഇനി ദേവിയുടെ 428ാമത്തെ നാമമായ പഞ്ചകോശാന്തരസ്ഥിത. പഞ്ചകോശങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ. ആത്മാവിനെ ആവരണം ചെയ്യുന്ന 5 കോശങ്ങളുണ്ട്. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഇവയാണ് പഞ്ചകോശങ്ങൾ അല്ലെങ്കിൽ ആവരണങ്ങൾ. ഇതിൽ അന്നമയകോശം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം കൊണ്ടുണ്ടായ ഈ ഭൗതിക ശരീരം. ഇനി പ്രാണമയകോശം നമ്മുടെ ഉള്ളിലെ ശ്വാസവും ഊർജവും. ഇതാണ് ശരീരത്തെ ചലിപ്പിക്കുന്നത്. മനോമയകോശം എന്നാൽ നമ്മുടെ ചിന്തകളും വികാരങ്ങളും ആഗ്രഹങ്ങളും അടങ്ങിയ മനസ്സ്. വിജ്ഞാനമയകോശം എന്നാൽ ശരിയും തെറ്റും തിരിച്ചറിയുന്ന നമ്മുടെ ബുദ്ധി. ഇനി അവസാനത്തേത് ആനന്ദമയ കോശം.
ആഴത്തിലുള്ള ഉറക്കത്തിലും ധ്യാനത്തിലും നമ്മൾ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും ഈ 5 കോശങ്ങളും അമ്മയുടെ രൂപങ്ങൾ തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ദേവിയുടെ 429 നാമമായ നിസ്സീമ മഹിമ. അതിരുകളില്ലാത്ത മഹിമയോട് കൂടിയവൾ. സീമ എന്നാൽ അതിര് എന്നാണല്ലോ അർത്ഥം. നിസ്സീമ എന്നാൽ അതിരുകൾ ഇല്ലാത്തത്. അതായത് അമ്മയുടെ ശക്തിക്കോ ഐശ്വര്യത്തിനോ കരുണയ്ക്കോ ഒരു പരിധിയുമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ അമ്മയുടെ ഒരു ചെറിയ അംശം മാത്രമാണ്. ബാക്കി ഭാഗം അളക്കാൻ പോലും കഴിയാത്ത വിധം വ്യാപിച്ചു കിടക്കുന്നു. എത്ര യുഗങ്ങൾ ഇരുന്ന് വർണ്ണിച്ചാലും തീരാത്ത ഗുണഗണങ്ങൾ ഉള്ളവളാണ് അമ്മ എന്നാണ് ഈ നാമത്തിലൂടെ വ്യക്തമാക്കുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അറിയാൻ സാധിക്കുന്നതല്ല ദേവിയുടെ തത്വം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ കുഞ്ഞു ചൈതന്യത്തിന്, അതായത് പഞ്ചകോശാന്തരസ്ഥിതയായ ആ ദേവിക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാനും നയിക്കാനുമുള്ള നിസ്സീമമായ ശക്തിയുണ്ട് എന്ന് അർത്ഥമാക്കാം. ഇനി ദേവിയുടെ 430 നാമമായ നിത്യയൗവന. എന്നും യൗവനയുക്തയായിരിക്കുന്നവൾ. കാലം എല്ലാവരെയും വാർദ്ധക്യത്തിലെത്തിക്കും. പക്ഷേ ദേവി കാലത്തിനും അതീതയായതുകൊണ്ട് ദേവി നിത്യയൗവനയാണ്. അമ്മയുടെ ചൈതന്യത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അമ്മയുടെ ഓരോ ദർശനവും ഓരോ നാമവും ഭക്തർക്ക് എന്നും പുത്തൻ അനുഭവമാണ് നൽകുന്നത്. അതുപോലെ ഭക്തിയോടെ അമ്മയെ ഉപാസിക്കുന്നവരുടെ മനസ്സും എന്നും യൗവനത്തോടെ, അതായത് ഉന്മേഷത്തോടെ ഇരിക്കും എന്നാണ് ഈ നാമത്തിൻ്റെ പൊരുൾ. ഇനി ദേവിയുടെ 431 നാമമായ മദശാലിനി. അളവറ്റ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവൾ. ഇവിടെ മദം എന്നാൽ അഹങ്കാരമല്ല, മറിച്ച് ബ്രഹ്മാനന്ദമാണ്. ബ്രഹ്മാനന്ദത്തിൻ്റെ ലഹരി കൊണ്ട് ശോഭിക്കുന്നവൾ. തൻ്റെ ഭക്തരെ കാണുമ്പോഴും പ്രപഞ്ചലീലകളിൽ മുഴുകുമ്പോഴും അമ്മ അനുഭവിക്കുന്ന അളവറ്റ സന്തോഷത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അമ്മ എപ്പോഴും ആനന്ദ സ്വരൂപിണിയായതുകൊണ്ട് ഭക്തരുടെ പ്രാർത്ഥനകൾ അതീവ സന്തോഷത്തോടെയാണ് കേൾക്കുന്നത്. മാത്രമല്ല അമ്മ തൻ്റെ ഭക്തരുടെ ദുഃഖം മാറ്റി അവർക്ക് ആത്മീയ സന്തോഷം നൽകുന്നു. നമ്മൾ എത്ര സങ്കടത്തോടെ അമ്മയുടെ അടുത്തു ചെന്നാലും ആ ആനന്ദ സ്വരൂപിണിയായ അമ്മയെ ഒന്ന് ധ്യാനിച്ചാൽ നമ്മുടെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം മാറി ഒരു പ്രത്യേകമായ ശാന്തി നമുക്ക് ലഭിക്കും. അതാണ് എപ്പോഴും പുഞ്ചിരിക്കുന്ന, ആനന്ദം തുളുമ്പുന്ന മുഖഭാവത്തോടു കൂടിയുള്ള മദശാലിനിയായ അമ്മ. ഇനി 92 ശ്ലോകത്തിലേക്ക് കടക്കാം. മദഘൂർണിതരക്താക്ഷി മദപാടലഗണ്ഡഭൂ ചന്ദനദ്രവദിഗ്ധാംഗീ ചാമ്പേയകുസുമപ്രിയ. ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ മദഘൂർണിത രക്താക്ഷി, അതായത് ദേവിയുടെ 432 നാമമായ മദഘൂർണിത രക്താക്ഷി. മദം എന്നാൽ ആനന്ദം, ഘൂർണിത ചലിക്കുന്ന അല്ലെങ്കിൽ കറങ്ങുന്ന, രക്താക്ഷി എന്നാൽ ചുവന്ന കണ്ണുകളോട് കൂടിയവൾ. ആനന്ദം കൊണ്ട് ഇളകുന്ന ചുവന്ന കണ്ണുകളോട് കൂടിയവളാണ് ദേവി. തൻ്റെ ഭക്തരോടുള്ള അമിതമായ വാത്സല്യവും കരുണയുമാണ് ആ കണ്ണുകളിൽ. ബ്രഹ്മാനന്ദം എന്നാൽ ഉള്ളിലെ ആനന്ദം അണപൊട്ടി ഒഴുകുമ്പോൾ കണ്ണുകൾ പാതി അടഞ്ഞും ഇമകൾ ചലിച്ചുകൊണ്ടും ഇരിക്കുന്ന അവസ്ഥയാണ്. തൻ്റെ ഭക്തരെ ബാധിക്കുന്ന ദുഷ്ടശക്തികളെയും
അജ്ഞാനത്തെയും ഭസ്മീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കരുത്തുറ്റ കണ്ണുകളാണ് ഇവ. തൻ്റെ മക്കളോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ട് നിറഞ്ഞ ചുവപ്പാണ് ആ കണ്ണുകളിൽ. നമ്മൾ ഏറ്റവും സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തിളങ്ങുന്നതുപോലെ പ്രപഞ്ചത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന ആനന്ദത്തിൽ അമ്മയുടെ കണ്ണുകൾ തിളങ്ങുന്നു. ആ കണ്ണുകളിലെ ചുവപ്പ് നമ്മുടെ ഉള്ളിലെ പേടിയെ മാറ്റി ധൈര്യം നൽകുന്ന വെളിച്ചമാണ്. കാരുണ്യവും ശക്തിയും ഒത്തുചേരുന്ന ആ വിശാലമായ നേത്രങ്ങളാണ് ദേവിക്കുള്ളത്. ഇനി ദേവിയുടെ 433 നാമമായ മദപാടല ഗണ്ഡഭോ, ആനന്ദം കൊണ്ട് ചുവന്നു തുടുത്ത കവിളുകളോട് കൂടിയവൾ. പാടല എന്നാൽ ഇളം ചുവപ്പ്, അതായത് പിങ്ക് കളർ. ഗണ്ഡം കവിൾത്തടം. നമ്മൾ അതീവ സന്തോഷത്തിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ലജ്ജിക്കുമ്പോഴോ നമ്മുടെ കവിളുകൾ ചുവക്കാറില്ലേ? അതുപോലെ പ്രപഞ്ചലീലകളിൽ ആനന്ദിക്കുന്ന അമ്മയുടെ കവിളുകൾ മനോഹരമായ പിങ്ക് നിറത്തിൽ തിളങ്ങുന്നു എന്നാണ് ഈ നാമം വ്യക്തമാക്കുന്നത്. തൻ്റെ ഭക്തരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ സ്നേഹമയ്യായ അമ്മയുടെ മുഖം വാത്സല്യം കൊണ്ട് ചുവന്നു തുടുക്കുന്നു എന്നാണ് ഈ നാമത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി ദേവിയുടെ 434 നാമമായ ചന്ദനദ്രവ ദിഗ്ധാംഗി, ചന്ദനക്കുഴമ്പ് അണിഞ്ഞ അംഗങ്ങളോട് കൂടിയവൾ. ദിഗ്ധം എന്നാൽ പൂശിയത്. ശരീരത്തിൽ മുഴുവൻ ദേവി ചന്ദനക്കുഴമ്പ് പൂശിയിരിക്കുന്നു. ചന്ദനം തണുപ്പിൻ്റെ പ്രതീകമാണല്ലോ. സംസാര ദുഃഖമാകുന്ന വെയിലിൽ ഉരുകുന്ന ഭക്തർക്ക് ആശ്വാസവും തണുപ്പും നൽകുന്നവളാണ് ചന്ദന ചർച്ചിതയായ അമ്മ. ഇനി ദേവിയുടെ 435 നാമമായ ചാമ്പേയ കുസുമപ്രിയ. ചാമ്പേയ കുസുമം എന്നാൽ ചെമ്പകപ്പൂവ്. ചെമ്പകപ്പൂക്കളോട് പ്രത്യേകം പ്രിയമുള്ളവൾ. എന്തുകൊണ്ടാണ് ദേവിക്ക് ചെമ്പകപ്പൂക്കൾ ഇത്ര ഇഷ്ടം എന്നറിയണ്ടേ? വണ്ട് തൊട്ട് അശുദ്ധമാക്കാത്ത പൂവാണ് ചെമ്പകപ്പൂവ്. അതുകൊണ്ട് തന്നെ ഈ പുഷ്പം അതീവ ശുദ്ധമായി കരുതപ്പെടുന്നു. വണ്ട് ചെമ്പകപ്പൂവിൽ തേൻ കുടിക്കാറില്ല. കാരണം ചെമ്പകപ്പൂവിലെ തേനിൽ ചില രാസഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് വണ്ടുകൾക്ക് ഇത് ദഹിക്കാൻ പ്രയാസമാണ്. ചിലപ്പോൾ ഇത് വണ്ടിൻ്റെ മരണത്തിന് വരെ കാരണമാകാറുണ്ട്. മാത്രമല്ല ചെമ്പകപ്പൂവിൻ്റെ ആ ഒരു ഗന്ധം വണ്ടുകൾക്ക് അസഹനീയമാണ്. ഇത്രയും പരിശുദ്ധമായ പൂവായതുകൊണ്ട് അമ്മ ചെമ്പകപ്പൂവിനെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത്. കൂടാതെ മറ്റുള്ള പൂക്കൾ വാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗന്ധം നഷ്ടപ്പെടും. പക്ഷേ ചെമ്പകം ഉണങ്ങിയാൽ പോലും അതിൻ്റെ സുഗന്ധം നിലനിൽക്കും എന്നാണ് പറയുന്നത്. സഹസ്രനാമത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഒരു നാമം പഠിച്ചിരുന്നു. ചെമ്പകാശോക പുന്നാക സൗഗന്ധീകല സത്കച്ച. അതിൽ പറയുന്നു, അമ്മയുടെ മുടിയിൽ മറ്റു പൂക്കളുടെ കൂടെ ചെമ്പകപ്പൂവും ചൂടിയിരിക്കുന്നു. അതിൽ നിന്നു തന്നെ മനസ്സിലാക്കാം അമ്മയ്ക്ക് ചെമ്പകപ്പൂവ് എത്രമാത്രം ഇഷ്ടമാണ് എന്ന്. ഈ ചെമ്പകപ്പൂവിൻ്റെ മണം പോലെ നമ്മുടെ ചിന്തകളും പരിശുദ്ധമായാൽ അമ്മ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണർന്നിരിക്കും. ഇനി നമുക്ക് 93 ശ്ലോകത്തിലേക്ക് കടക്കാം. കുശല കോമളാകാര കുരുകുല്ല കുലേശ്വരി കുളകുണ്ഠാലയ കൗളമാർഗ തൽപര സേവിത. ഇതിലെ ആദ്യത്തെ നാമമായ കുശല, അതായത് ദേവിയുടെ 436 നാമം കുശല, അതിസമർത്ഥയായവൾ. സൃഷ്ടി സ്ഥിതി സംഹാരത്തെ വളരെ സമർത്ഥമായി നിർവഹിക്കുന്നവളാണ് ദേവി. അതായത്
ഈ അനന്തമായ പ്രപഞ്ചത്തെ ദേവി വളരെ സാമർഥ്യത്തോടെ പരിപാലിക്കുന്നു. മാത്രമല്ല തൻ്റെ ഭക്തൻ്റെ സുഖവിവരങ്ങളും ക്ഷേമങ്ങളും എപ്പോഴും നോക്കി നടത്തുന്നവളാണ് അമ്മ എന്നുകൂടി ഈ നാമത്തിന് അർത്ഥമുണ്ട്. മാത്രമല്ല സകല കലകളിലും വിദ്യകളിലും അമ്മ അതിനിപുണയാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നൈപുണ്യം ലഭിക്കണമെങ്കിൽ കുശലയായ അമ്മയുടെ അനുഗ്രഹം വേണം. അമ്മയുടെ ഈ സാമർഥ്യം നമ്മുടെ ബുദ്ധിയിൽ പ്രകാശിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ വിവേകം ഉണ്ടാകുന്നത്. ഇനി ദേവിയുടെ 437 നാമമായ കോമളാകാര. അതീവ മൃദുലമായ രൂപത്തോടു കൂടിവൾ. കാണുന്നവരുടെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന അത്രയും മൃദുവായ രൂപമാണ് അമ്മയ്ക്ക്. അമ്മ കോമളാകാര ആയതുകൊണ്ട് അമ്മയെ ധ്യാനിക്കുന്ന ഭക്തൻ്റെ മനസ്സും മൃദുവാകുന്നു. മറ്റുള്ളവരോട് സ്നേഹത്തോടും കരുണയോടും കൂടി പെരുമാറാൻ ഈ നാമം നമ്മെ പ്രാപ്തരാക്കും. നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും സങ്കടത്തോടെ അമ്മയുടെ മുന്നിലെത്തി അതൊക്കെ ഏറ്റുപറഞ്ഞാൽ ആ കോമളരൂപം നമ്മെ ചേർത്ത് പിടിക്കും. കാരുണ്യമുള്ള വാക്കുകളോ പ്രവൃത്തികളോ അല്ല, മറിച്ച് സ്നേഹമാണ് ഈ ലോകത്തെ ജയിക്കാൻ വേണ്ടതെന്ന് അമ്മ തൻ്റെ ഈ രൂപത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഇനി ദേവിയുടെ 438 നാമമായ കുരുക്കുല്ല. കുരുക്കുല്ല എന്ന പേരിൽ ഒരു ശക്തിദേവതയുണ്ട്. ആ ശക്തിദേവതയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ലളിതാംബിക ദേവി വസിക്കുന്ന മണിദ്വീപിലെ വിമർശവാപി എന്ന തടാകതീരത്ത് വസിക്കുന്ന ദേവതയാണ് ഇത്. അമ്മയുടെ പരിവാരങ്ങളിൽ പ്രധാനിയായ ഈ ദേവി ഭക്തരുടെ ഹൃദയ തടാകത്തിൽ വസിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ശ്രീചക്രത്തിൻ്റെ പുറത്തെ ഭാഗങ്ങളിൽ ഒന്നിൽ ഈ ദേവി കുടികൊള്ളുന്നു. ഭക്തൻ്റെ ഉള്ളിലെ പ്രാണശക്തിയെ ഉണർത്താൻ ഈ ദേവിയുടെ കൃപ ആവശ്യമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശ്രീപുരത്തിൽ ചിത്തിനും അഹങ്കാരത്തിനും ഇടയിലുള്ള പ്രദേശമായ വിമർശ നദിയിൽ വർത്തിക്കുന്ന ശക്തിദേവതയാണ് കുരുക്കുല്ല എന്ന് ലളിതോപാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നു. തന്ത്രശാസ്ത്രപ്രകാരം 4 കൈകളുള്ള ആ കൈകളിൽ പൂവമ്പും കരിമ്പൂവില്ലും ഏന്തിയ സുന്ദര രൂപമാണ് കുരുക്കുല്ലയുടേത്. നമ്മുടെ അനാവശ്യമായ ആഗ്രഹങ്ങളെ മാറ്റി ദൈവത്തോടുള്ള പ്രേമം അഥവാ ഭക്തി വളർത്തുന്നവളാണ് കുരുക്കുല്ല ദേവി. ഈ നാമത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ ചിതറിപ്പോകുന്ന മനസ്സിനെ അമ്മയുടെ പാദങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ്. കുരുക്കുല്ല ദേവിയെ ശ്രീയന്ത്രത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമായും ആരാധിക്കാറുണ്ട്. ഇനി ദേവിയുടെ 439 നാമമായ കുലേശ്വരി. കൗളമാർഗത്തിൻ്റെ ഈശ്വരി ആയിട്ടുള്ളവൾ, അതായത് കുണ്ഡലിനി ശക്തിയായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവളാണ് കുലേശ്വരി. ഭക്തൻ ധ്യാനത്തിലൂടെ ഈ ശക്തിയെ ഉണർത്തുമ്പോൾ അമ്മ അവനെ പരമാനന്ദത്തിലേക്ക് നയിക്കുന്നു. ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് അമ്മ കുലേശ്വരിയായി വഴി കാട്ടുന്നു. തന്ത്രശാസ്ത്രത്തിൽ കൗളമാർഗം എന്നൊരു പാരമ്പര്യമുണ്ട്. മോക്ഷത്തിലേക്കുള്ള ഏറ്റവും എളുപ്പവും എന്നാൽ രഹസ്യവുമായ ഈ വഴി നയിക്കുന്നത് ലളിതാംബിക ദേവിയാണ്. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും ഓരോ കുലമാണ്. എല്ലാറ്റിൻ്റെയും അധിപതി ആയതുകൊണ്ട് അമ്മ കുലേശ്വരിയാണ്. ഇനി ദേവിയുടെ 440 നാമമായ കുളകുണ്ഠാലയ. കുളകുണ്ഠത്തിൽ വസിക്കുന്നവൾ. നമ്മുടെ നട്ടെല്ലിൻ്റെ താഴെ ഭാഗത്തുള്ള മൂലാധാര പദ്മത്തിലെ മഞ്ചരിയുടെ നടുവിലുള്ള ബിന്ദുവാണ് കുളകുണ്ഠം. ഇവിടെയാണ് കുണ്ഡലിനി ശക്തി ഉറങ്ങിക്കിടക്കുന്നത്. ആ ഊർജത്തിൻ്റെ ഉറവിടമായതുകൊണ്ട് അമ്മയെ കുളകുണ്ഠാലയ എന്ന് വിളിക്കുന്നു.
സർപ്പത്തെപ്പോലെ 3.5 ചുറ്റായി ചുരുണ്ടുകിടക്കുന്ന കുണ്ഡലിനി ശക്തി തന്നെയാണ് ലളിതാംബിക എന്ന് ഈ നാമം അടിവരയിട്ടു പറയുന്നു. ഒരു സാധാരണ മനുഷ്യനിൽ ഈ ശക്തി ഉറങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഭക്തിയിലൂടെയോ യോഗയിലൂടെയോ നാം അമ്മയെ ഉപാസിക്കുമ്പോൾ കുളകുണ്ഠാലയായ അമ്മ ഉണരുകയും നമ്മുടെ ബോധത്തെ സഹസ്രാര പത്മത്തിലേക്ക്, അതായത് ശിവന്റെ അടുത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. നമ്മെ ഐശ്വര്യത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന വലിയ പാഠമാണ് ഈ നാമം നൽകുന്നത്. ഇനി ദേവിയുടെ 441 നാമമായ കൗളമാർഗ തൽപര സേവിത. കൗളമാർഗത്തിൽ താൽപ്പര്യമുള്ളവരാൽ സേവിക്കപ്പെടുന്നവൾ. കുളം എന്നത് ശക്തിയെയും അകുളം എന്നത് ശിവനെയും സൂചിപ്പിക്കുന്നു. ഇത് രണ്ടും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് നടത്തുന്ന ഉപാസനയാണ് കൗളമാർഗം. ബാഹ്യമായ ആചാരങ്ങളെക്കാൾ മനസ്സിൻ്റെ ശുദ്ധിക്കും ആന്തരികമായ ഉപാസനയ്ക്കും പ്രാധാന്യം നൽകുന്ന വഴിയാണിത്. ലൗകിക ജീവിതവും ആത്മീയ ജീവിതവും എങ്ങനെ ഒരേപോലെ കൊണ്ടുപോകാമെന്ന് കൗളമാർഗം പഠിപ്പിക്കുന്നു. ഇത് കൃത്യമായി ചെയ്യുന്നവരിൽ അമ്മ പെട്ടെന്ന് പ്രസാദിക്കുകയും ചെയ്യും. ഇന്ന് അർത്ഥം മനസ്സിലാക്കിയ ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യയൗവന മദശാലിനി മദഘൂർണിതരക്താക്ഷി മദപാടലഗണ്ഡഭൂ ചന്ദനദ്രവദിഗ്ധാംഗി ചാമ്പേയ കുസുമപ്രിയാ കുശലാ കോമളാകാരാ കുരുകുല്ലാ കുലേശ്വരി കുളകുണ്ഠാലയാ കൗളമാർഗതൽപരസേവിതാ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.